ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ പിസ്സ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളുടെ സ്റ്റൗ ടോപ്പിൽ തന്നെ സാധാരണ പാൻ വെച്ചിട്ട്, നോൺ സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ പിസ്സ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ മടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ചീസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ സോസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഈ ചീസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കടയിൽ പോയിട്ട് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് പാലുണ്ടാവുമല്ലോ എല്ലാവരുടെ വീട്ടിലും. അപ്പോൾ പാൽ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചീസ് എന്ന് പറയുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ചീസ് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇനി പിസ്സ സോസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സാധാരണ കെച്ചപ്പ് ഉണ്ടല്ലോ, ടൊമാറ്റോ കെച്ചപ്പ്, അത് തന്നെ ഉപയോഗിച്ചാലും മതി. അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി നമ്മൾക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എണ്ണയിൽ മൂപ്പിച്ചിട്ട് സോസിലൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ചില്ലി ഉണ്ടല്ലോ, ക്രഷ്ഡ് ചില്ലി, അതും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശമായി. പിന്നെ ഒറഗാനോ ഉണ്ടെന്ന് വെച്ചാൽ അതും കൂടെ ആഡ് ചെയ്താൽ ശരിക്കും ഒരു ഫ്ലേവർ കിട്ടും. ഇനി അതും ഇല്ലെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് തുളസി ഇല ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ ബേസിൽ ലീവ്സൊക്കെ ഇല്ലേ, അത് തുളസിയുടെ ഇല എന്ന് പറയുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്യണം, കുഞ്ഞുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ഈ വെളുത്തുള്ളി മൂപ്പിക്കുമ്പം അതിൻ്റെ കൂടെ എണ്ണയിലിട്ടിട്ട് കുറച്ചൊന്ന് വഴറ്റിയെടുത്തിട്ട് അതും സോസിലോട്ട്, കെച്ചപ്പിലോട്ട് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ സോസിനുള്ള സോസും റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ പിന്നെ ഒരുവിധം പേർക്കൊക്കെ സമയം ഉണ്ടാവും വീട്ടിലിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും നല്ല പിസ്സയൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാനപ്പം റെസിപ്പിയിലോട്ട് കിടക്കുവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്കിനി വെള്ളം എടുക്കാം. ഒരു 200 ml വെള്ളമാണ് എടുക്കുന്നത്. അതിന് ശേഷം അത് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾക്ക് ഇതിലോട്ട് പഞ്ചസാര ഇടണം. പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ഇടണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈസ്റ്റ് 1/4 ടീസ്പൂൺ ഇടണം. 1/4 ടീസ്പൂൺ. ഇതിപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് വയ്ക്കൊന്നും വേണ്ട. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഒരു 10-15 മിനിറ്റ് വയ്ക്കണം. അതിന് ശേഷം പൊടിയിട്ടാൽ മതി. ഇപ്പം മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 1.5 കപ്പോളം വേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരു 350-400 ഗ്രാമിൻ്റെ ഉള്ളിൽ വേണ്ടി വരും ഇത്രയും വെള്ളത്തിന്. അപ്പോൾ അത്രയും ഇട്ടിട്ട് നമ്മൾ പിന്നെ ഇതിലോട്ട് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് വെള്ളത്തിൽ തന്നെ ചേർക്കുന്നത് നല്ലത്. ഞാൻ അതിന് മുൻപേ പൊടി ഇട്ടതാണ്. അപ്പം ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ, 1 സ്പൂൺ ഒലീവ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ സാധാരണ ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. അതും കൂടെ ചേർത്തതിന് ശേഷം പിന്നെ പൊടി ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് കൂടുതൽ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് എന്നിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് സാധാരണ ഒന്ന് കുഴച്ചെടുക്കുക. നമുക്ക് പൊറോട്ടയ്ക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് മാവ്. ഇനി നമ്മളിത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാനിപ്പോൾ 2 രീതിയിൽ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അവനിലും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റേ നമ്മുടെ സാധാരണ സ്റ്റൗവിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 3ആയിട്ട് ഈ മാവ് ഡിവൈഡ് ചെയ്തിട്ട് അവനിൽ ഉണ്ടാക്കുന്നത് ഒരു സാധാരണ പ്ലേറ്റിലും മറ്റേ സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കുന്നത് ഒരു ഇടിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു പ്ലേറ്റിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ ഇതിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് എണ്ണ തടവണം പ്ലേറ്റിൽ ആദ്യം. അതിന് ശേഷം മാവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഓട്ടയാക്കിയിട്ട് പിന്നെ സോസ് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം ചീസ് ഇടുക. ഞാൻ ഒരെണ്ണം പ്ലെയിൻ ആയിട്ട് ചീസ് മാത്രം ഇട്ടിട്ടും വേറൊരെണ്ണത്തിൽ വെജിറ്റബിൾസ്, ഉള്ളിയും ക്യാപ്സിക്കും തക്കാളിയും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചീസ് മാത്രം ഇട്ടതിൽ ഞാൻ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ഓവനല്ല, നമ്മുടെ സാധാരണ പാൻ ഉണ്ടല്ലോ, അത് ആദ്യം ചൂടാക്കിയിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് നമുക്ക് ഈ പിസ്സ ഉണ്ടാക്കിയ പ്ലേറ്റ് ഇതിനകത്തോട്ട് വെക്കേണ്ടത്, പിസ്സ പരത്തിയിട്ടുള്ളത്. അത് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ മൂടി വെച്ചിട്ട് ഒരു 30 മിനിറ്റോളം എടുക്കും. 30-ൽ കൂടുതൽ ചിലപ്പോൾ എടുക്കും. അത് ടൈം നിങ്ങൾ നോക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ചീസ് ഉണ്ടല്ലോ, ഇത് തിളച്ച് വരും. ശരിക്കും നന്നായിട്ട് ഉരുകുന്നതല്ല, ജസ്റ്റ് ഇപ്പോൾ ചീസ് സാധാരണ ഒന്ന് മെൽട്ടാവാൻ തുടങ്ങുമ്പോഴേ എടുക്കരുത്. നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരണം. അപ്പോഴാണ് ശരിക്കും പിസ്സ ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ പിസ്സ എന്ന് പറയുന്നത്. 2 രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും അവനിലുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ അതേ മുകളിലൊക്കെ കണ്ടു, ഇത് അവനിലുണ്ടാക്കിയ പിസ്സയാണ്. അത് കുറച്ചുകൂടെ ബ്രൗൺ ആയിട്ടിരിക്കും. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കുമ്പം, സ്റ്റൗവിൽ ഉണ്ടാക്കുമ്പം, പാൻ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അത്ര മുകളിൽ അങ്ങനെ ബ്രൗണിഷ് ആയിട്ടൊന്നും വരില്ല. പക്ഷെ എന്നാലും ടേസ്റ്റിനൊന്നും അത്ര വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും പാനിൽ തന്നെ, ഇത് കണ്ടോ, പാനിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിനകത്ത് അത്രയൊന്നുമില്ല, നന്നായിട്ട് ചീസൊക്കെ ഉരുകി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് പിസ്സ
ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ശരിക്കും എളുപ്പം തന്നെയാണ്. നമ്മളിപ്പോൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ ഇതും. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയുക. ഇനി ഞാൻ വീട്ടിൽ തന്നെ എങ്ങനെ ചീസ് ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയും കൂടെയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് കാണിച്ചു പോവുകയാണ്. താല്പര്യമുള്ളവർക്ക് കാണാം, ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഇതും കൂടെ കാണാവേ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പാലെടുക്കുന്നുണ്ട്. അത് നമുക്ക് അളവൊന്നുമില്ല. ഇപ്പോൾ 1 കപ്പോ 2 കപ്പോ എത്രയാണോ ചീസ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ ഇത് മിനിയേച്ചർ കുക്കിംഗ് ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്രയും ചെറിയ ക്വാണ്ടിറ്റിയിൽ കാണിക്കുന്നത്. പിന്നെ ഇത് നേരത്തെ ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ശരിക്കും ലൈവായിട്ടുള്ളത് കാണണമെങ്കിൽ അതിലോട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഞാൻ 1 കപ്പ് പാലെടുത്തിട്ട് നമ്മൾ ചൂടാക്കണം, തിളപ്പിക്കരുത്. പാല് ചൂടാക്കുകയാണ് ചെയ്യേണ്ടത്. ചൂടാക്കിയാൽ മാത്രമേ നമുക്ക് ചീസ് കിട്ടുള്ളൂ. തിളപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ പനീറാണ് കിട്ടുക. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നമ്മുടെ കൈ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂടായിരിക്കണം. പക്ഷെ ഒരുപാട് തണുപ്പുള്ളതും ആവാൻ പറ്റില്ല, എന്നാൽ ചൂട് വേണം. അപ്പം അങ്ങനെ ചൂടായി കഴിയുമ്പം നമ്മൾക്കിതിലോട്ട് വിനെഗർ ഉണ്ടല്ലോ അത് ചേർക്കണം. 1 സ്പൂൺ ആദ്യം ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം പിന്നെ വീണ്ടും നമ്മൾക്ക് 1 സ്പൂൺ ആഡ് ചെയ്യാം. ഇങ്ങനെ കുറച്ചായിട്ട് എപ്പോൾ വരെയാണോ നമ്മുടെ ഇതുപോലെ ആവുന്നതെന്ന് വെച്ചാൽ കേർഡായിട്ട് വരുന്നത്, ആ ഒരു രീതിയിൽ നമ്മൾ ഇച്ചിരി ആയിട്ട് വിനെഗർ ആഡ് ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പം ഞാനൊരു 3-4 പ്രാവശ്യം ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നു, എനിക്ക് 4ാമത്തെ പ്രാവശ്യം എങ്ങാണ്ട് ആഡ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ കേർഡായിട്ട് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് നമ്മൾക്ക് കിട്ടുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾക്കിത് മുക്കി വെക്കണം. ഫുള്ളായിട്ട് മുക്കി വെക്കണേ. ഞാനിപ്പോൾ ഇതിനകത്ത് പാത്രം ഇങ്ങനെ ആയതുകൊണ്ട് നേരെ അങ്ങനെ മുങ്ങിയിട്ടില്ല. മുക്കി വെച്ചതിന് ശേഷം നമ്മളത് ഒരു 30 മിനിറ്റ് വെക്കുക. അതിനുശേഷം പിന്നെ ആ സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ചീസ്, ആ സംഭവം എടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലിടണം. നല്ല ചൂടുവെള്ളത്തിൽ തന്നെ ഇടണം. അതിനുശേഷം ഒരു ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് നമ്മളത് നന്നായിട്ട് ഇങ്ങനെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കത്തില്ലേ, അതുപോലെ കുഴച്ചെടുക്കണം. ആ വെള്ളത്തിനകത്ത് വെച്ചിട്ട് തന്നെ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആ വെള്ളം, ആ സംഭവം കളയാൻ വേണ്ടിയിട്ടാണ്, അതിന് എക്സ്ട്രാ ഉള്ള ആ പാലിൻ്റെ ആ ഒരു ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുന്നത്. എത്ര നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും എലാസ്റ്റിക് ആവും കേട്ടോ നമ്മുടെ ചീസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ചൂടുവെള്ളം ആക്കുക, വീണ്ടും കഴുകിയെടുക്കുക. അങ്ങനെ വെള്ളം മാറ്റിയിട്ട് ചെയ്യുക. എത്ര വരെ നമ്മൾക്ക് ആ ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടുന്നോ അതുവരെ ചെയ്യണം. അവസാനം നമ്മൾ തണുത്ത വെള്ളത്തിലും കൂടെ കഴുകിയെടുക്കണം. ജസ്റ്റ് അതിനകത്ത് ഒന്നുമില്ല, ഇതിനകത്ത് ആ പാലിൻ്റെ അംശമൊന്നും ഇല്ലയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകിയെടുക്കുക, തണുത്ത വെള്ളത്തിൽ. അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ഫ്രഷ് ചീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇനി ഫ്രീസറിൽ 1 മണിക്കൂർ നല്ല കവറിൽ കെട്ടിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. 1 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കും ശരിക്കും ചീസ് റെഡി ആയിട്ടുണ്ടാവും. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് പിസ്സയിലോ എന്തിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എൻഡിൽ, ഈ വീഡിയോൻ്റെ എൻഡിലും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എൻഡ് സ്ക്രീനായിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചീസ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾക്ക് ചീസും പിസ്സയും എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം.